ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന രണ്ട് വാക്കുകളെ പരിചയപ്പെടുകയാണ് ഇന്ന് നമ്മൾ. നമുക്ക് പലർക്കും ആ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. നമുക്ക് മാറിപ്പോകും. നമുക്ക് ഭയങ്കര സംശയമാണ്, ആ ഒരു വാക്കാണോ വെക്കേണ്ടത്, ഈ ഒരു വാക്കാണോ വെക്കേണ്ടതെന്ന്. അങ്ങനെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മച്ച് എന്താണെന്നും മെനി എന്താണെന്നുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഹൗ മച്ച് വെക്കേണ്ടടുത്ത് ചിലപ്പോൾ ഹൗ മെനി എന്ന് പറയും, ഹൗ മെനി എന്ന് പറയേണ്ടടുത്ത് നമ്മൾ ഹൗ മച്ച് എന്ന് പറയും. അതെന്താണെന്നോ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാകാത്തത് കൊണ്ടാണ് ഹൗ മെനി എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, ഹൗ മച്ച് എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് അറിയത്തില്ലാതെ പോകുന്നത് കൊണ്ട്. അപ്പം നമുക്ക് ആ ഒരു വ്യത്യാസം, ചെറിയൊരു വ്യത്യാസമേ സത്യം പറഞ്ഞാൽ അതിനുള്ളൂ, പക്ഷെ അർത്ഥങ്ങൾ മാറിപ്പോവും. അതുകൊണ്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഞാൻ നൗൺ പഠിപ്പിച്ചപ്പോൾ നിങ്ങളോട് ഞാൻ, അതായത് നമ്മുടെ ക്ലാസ്സിൻ്റെയൊക്കെ ആദ്യത്തെ ക്ലാസ് ആ വീഡിയോ ഒക്കെ കണ്ടാൽ സത്യത്തിൽ ചിരി വരും. എന്താണ്, എൻ്റെ ഒരു പഴയ ഫോണും കൊണ്ടെടുത്ത ഒരു വീഡിയോ ഒക്കെ ആയിരുന്നു അത്. അപ്പോൾ എൻ്റെ ആ പഴയ വീഡിയോയിൽ ഞാൻ നൗൺ എന്താണെന്നൊക്കെ പറഞ്ഞ് കൃത്യമായും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം കുറേ നൗണുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. കോൺക്രീറ്റ് നൗൺ, അതേപോലെ കളക്റ്റീവ് നൗൺ, കോമൺ നൗൺ എന്നൊക്കെ പറഞ്ഞിട്ട്, കോമ്പൗണ്ട് നൗൺ എന്നൊക്കെ പറഞ്ഞ്, അതേപോലെ കൗണ്ടബിൾ നൗൺ, അൺകൗണ്ടബിൾ നൗൺ എന്നൊക്കെ പറഞ്ഞ് കുറേ നൗണുകളെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്നിരുന്നു. അപ്പോൾ നൗൺ എന്താണെന്ന് നിങ്ങൾ പഠിക്കുക, എത്ര ടൈപ്സ് നൗൺ ഉണ്ടെന്നൊക്കെ നോക്കുക. ഇപ്പോൾ ഈ വരുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ആ നൗൺ ഏതൊക്കെയാണെന്ന് നിങ്ങളിപ്പോൾ പഠിക്കുക. അപ്പോൾ നമുക്ക് മച്ചും അതേപോലെ മെനിയും മനസ്സിലാക്കുന്നതിന് മുമ്പ് ഈ നൗണുകൾ അറിയണം. കാര്യം നമ്മൾ മച്ച് ഉപയോഗിക്കുന്നത് അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെയും മെനി ഉപയോഗിക്കുന്നത് കൗണ്ടബിൾ നൗണിന്റെ കൂടെയുമാണ്. അപ്പോൾ ഏതാണ് അൺകൗണ്ടബിൾ നൗൺ, ഏതാണ് പിന്നെ കൗണ്ടബിൾ നൗൺ? അൺകൗണ്ടബിൾ എന്താണ്? വാട്ടർ, മിൽക്ക്, ജ്യൂസ്, ഷുഗർ, സാൾട്ട്. ഇതൊക്കെ നമുക്ക് എണ്ണാൻ പറ്റുമോ? എണ്ണാൻ പറ്റില്ല അല്ലേ? നമ്മുടെ വാട്ടർ, ഒരു വാട്ടർ, രണ്ട് വാട്ടർ എന്നും പറഞ്ഞ് എണ്ണാൻ പറ്റുമോ? മിൽക്ക്, ഒരു പാല്, രണ്ട് പാല് പറഞ്ഞ് നമുക്ക് എണ്ണാൻ പറ്റുമോ? എണ്ണാൻ പറ്റില്ല അല്ലേ? അതാണ് നമ്മൾ അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത്. ഇനി കൗണ്ടബിൾ, പെൻ, ഫോൺ, അതേപോലെ എന്താണ്, ചെയർ, ഇതെല്ലാം എന്താണ്, ബോയ്, ഗേൾ, എല്ലാം നമുക്ക് എത്ര പേര് നിന്നാലും ഒരു ബോയ്, രണ്ട് ബോയ്, ഒരു ഗേൾ, രണ്ട് ഗേൾ എന്നൊക്കെ പറഞ്ഞ്, ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ ഒരു ചെയർ, ഒരു കസേര, ഒരു മേശ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എണ്ണാൻ പറ്റും. അതായത് മച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെയും മെനി ഉപയോഗിക്കുന്നത് കൗണ്ടബിൾ നൗണിന്റെ കൂടെയുമാണ്. വളരെ ക്ലിയർ ആയല്ലോ, മാറിപ്പോവില്ല. മച്ച് ഉപയോഗിക്കുന്നത് അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെയും മെനി ഉപയോഗിക്കുന്നത് കൗണ്ടബിൾ നൗണിന്റെ കൂടെയുമാണ്. ഇനി ഞാനിവിടെ സെന്റൻസ് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടല്ലോ. ഐ ഹാവ് ഫ്രണ്ട്സ്. ഇവിടെ നമ്മൾ എന്ത് ചേർക്കും? മെനി ചേർക്കുവോ മച്ച് ചേർക്കുവോ? മെനി ചേർക്കണം. കാര്യം എന്താ, എത്ര കൂട്ടുകാരാണെങ്കിലും നമുക്ക് അവരെ എണ്ണാൻ പറ്റും അല്ലേ? അപ്പൊ ഐ ഹാവ് മെനി ഫ്രണ്ട്സ് എന്നല്ലേ പറയാ. എനിക്ക് എത്ര കൂട്ടുകാരുണ്ടെങ്കിൽ പോലും എനിക്ക് അവരെ എണ്ണാൻ പറ്റും. അവരെ നമ്മൾ അതുകൊണ്ട് എന്തെന്ന് പറയും? ഐ ഹാവ് മെനി ഫ്രണ്ട്സ് അല്ലെ. എനിക്ക് ഒത്തിരി എണ്ണിയെടുക്കാൻ പറ്റുന്ന കൂട്ടുകാർ. ഐ ഹാവ് മെനി ഫ്രണ്ട്സ്. ഇനി വേറൊരു സെന്റൻസ് ഞാൻ ഇവിടെ എഴുതിയിട്ടേക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഹൗ ഡാഷ് ചിൽഡ്രൻ ഡു യു ഹാവ്? എനിക്ക് എൻ്റെ ക്ലാസ്സുകളിലൊക്കെ എപ്പോഴും തെറ്റിക്കുന്ന ഒരു കാര്യം, ചിൽഡ്രൻസ് എന്നില്ല കേട്ടോ, ചിൽഡ്രൻ. അപ്പോൾ എങ്ങനെയാണ്? ഹൗ ചിൽഡ്രൻ ഡു യു ഹാവ്? ഹൗ മച്ച്, ഹൗ മെനി, ഏതാണ്? മെനിയാണ്. എത്ര കുട്ടികളും ഉണ്ടെങ്കിൽ നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റും, എണ്ണാൻ പറ്റും. സോ ഹൗ മെനി ചിൽഡ്രൻ ഡു യു ഹാവ്? ഞാൻ പറഞ്ഞു മെനി എന്ന് പറഞ്ഞാൽ കൗണ്ടബിൾ നൗൺ ആണ്. ഇനി നമുക്ക് നോക്കാം. ഹൗ ഡാഷ് വാട്ടർ ഡു യു നീഡ്? ഹൗ വാട്ടർ ഡു യു നീഡ്? വാട്ടർ അൺകൗണ്ടബിൾ നൗൺ ആണ്. വാട്ടർ, ഒരു വാട്ടർ, രണ്ട് വെള്ളം, മൂന്ന് വെള്ളം നമുക്ക് എണ്ണാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ അവിടെ എന്താ ചേർക്കേണ്ടത്? മച്ച്. ഹൗ മച്ച് വാട്ടർ ഡു യു വാണ്ട്? ഹൗ മച്ച് വാട്ടർ ഡു യു വാണ്ട്? അതായത് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? എണ്ണാൻ പറ്റത്തില്ലാത്തതാണ് വാട്ടർ അല്ലെ. വാട്ടർ നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റുമോ? ഇനി അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് ദ പാർട്ടി വാസ് ഡാഷ് ഫൺ. ദ പാർട്ടി വാസ് സോ
ഡാഷ് ഫൺ. പാർട്ടി എങ്ങനെയായിരുന്നു? സോ മച്ച് ഫൺ. തമാശകളെ നമുക്ക് ഒരു തമാശ, രണ്ട് തമാശ, മൂന്ന് തമാശ എന്ന് പറഞ്ഞ് നമുക്ക് എണ്ണാൻ പറ്റുമോ? ഇല്ല. ഒരുപാട് പല രീതിയിലുള്ള തമാശകളാണ്. എന്ത്? സോ മച്ച് ഫൺ. കുറേ തമാശകൾ, കുറേ രസങ്ങൾ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അല്ലെ? കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. സോ മച്ച് ഫൺ. അതേപോലെ ഷീസ് ടോക്കിംഗ് ടു, എന്താണ്? ഷീസ് ടോക്കിംഗ്, നമുക്കത് പലരോടും സംസാരിക്കേണ്ടി വരുന്നതാണ്. ഷീസ് ടോക്കിംഗ് ടു മെനി. അല്ല, അവൾ എന്താണ്? ടു മച്ച്. അവളുടെ ആ സംസാരത്തെ ഒരു സംസാരം, രണ്ട് സംസാരം, മൂന്ന് സംസാരം എന്ന് പറഞ്ഞ് നമുക്ക് എണ്ണാൻ പറ്റത്തില്ല. ടു മച്ച് ആണ്. കുറേ നേരമായിട്ടുള്ള സംസാരമാണ്. ഇനി വേറെ ഒന്ന്, ഹൗ മെനി കപ്സ് ഓഫ് ടീ എന്നാണോ ഹൗ മച്ച് കപ്സ് ഓഫ് ടീ എന്നാണോ? ഇതിലേതാണ് ശരി? നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം പറയാൻ പറ്റും. ഹൗ മെനി കപ്സ് ഓഫ് ടീ എന്നാണോ ഹൗ മച്ച് കപ്സ് ഓഫ് ടീ എന്നാണോ നമ്മൾ പറയേണ്ടത്? ഹൗ മെനി കപ്സ് ഓഫ് ടീ എന്നാണ് നമ്മൾ പറയേണ്ടത്. കാര്യം എന്താണ്? കപ്സ് ഓഫ് ടീ എന്ന് പറയുന്നത് എന്താ? നമുക്ക് എണ്ണാൻ പറ്റും. 1 കപ്പ് ടീ, 2 കപ്പ് ടീ, 3 കപ്പ് ടീ, 4 കപ്പ് ടീ, 5 കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഹൗ മെനി കപ്സ് ഓഫ് ടീ. മനസ്സിലായില്ലേ? ടീ കപ്പ് നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഹൗ മെനി കപ്സ് ഓഫ് ടീ. മനസ്സിലായല്ലോ? ഇനി വേറെ ഒന്ന്, ഹൗ മച്ച് കോഫി എന്നാണോ ഹൗ മെനി കോഫി എന്നാണോ ശരി? ഹൗ മെനി കോഫി എന്നാണോ ഹൗ മച്ച് കോഫി എന്നാണോ ശരി? നിങ്ങൾ പറഞ്ഞതാണ് ശരി. ഏതാണ്? ഹൗ മച്ച് ആണ്. കാര്യം നമുക്ക് കാപ്പി ഗ്ലാസ്സില്ലാതെ കാപ്പി 1, കാപ്പി 2, കാപ്പി 3 എന്നും പറഞ്ഞ് നമുക്ക് എണ്ണാൻ പറ്റുമോ? അത് ഗ്ലാസ്സിലുണ്ടെങ്കിൽ മാത്രമേ ഒരു ഗ്ലാസ് കാപ്പി, അത് നമ്മൾ പറഞ്ഞു ഹൗ മെനി എന്ന് പറഞ്ഞെണ്ണാം, എത്ര എണ്ണം എന്ന് പറഞ്ഞെണ്ണാം. അല്ലെങ്കിൽ വെറും ഒരു കാപ്പീനെ നമുക്ക് എണ്ണാൻ പറ്റത്തില്ല. അതെന്താണ്? ഹൗ മച്ച് ആണ്. അപ്പൊ നിങ്ങൾക്ക് ആ വ്യത്യാസം നന്നായി മനസ്സിലായല്ലോ? വളരെ ക്ലിയർ ആയല്ലോ? ഞാനിങ്ങനെ ഒത്തിരി വിശദീകരിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മാത്രം മതി. മച്ച് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെയും മെനി നമ്മൾ ഉപയോഗിക്കുന്നത് കൗണ്ടബിൾ നൗണിന്റെ കൂടെയും ആണ് ഉപയോഗിക്കുന്നത്. അൺകൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ്, അതേപോലെ അൺകൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് അൺകൗണ്ടബിൾ ആണോ? അല്ല. അൺകൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ, മിൽക്ക്, ജ്യൂസ്, എഗെയിൻ എന്താണ് നമ്മുടെ ചില്ലി പൗഡർ, റൈസ് പൗഡർ, സാൾട്ട്, ഇതെല്ലാം എന്താണ്? നമുക്ക് എണ്ണാൻ പറ്റത്തില്ലാത്തതാണ്. കൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാലോ നമുക്ക് എണ്ണാൻ പറ്റും. ഫ്രണ്ട്സ്, ചെയർസ്, ഡെസ്ക്, ബെഞ്ച്, പെൻസ്, അങ്ങനെയുള്ള നമുക്ക് എണ്ണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കൗണ്ടബിൾ നൗണുമാണ്. അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റില്ലാത്തത്, കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇനി ഒരിക്കലും നിങ്ങൾ ഹൗ മച്ചും ഹൗ മെനിയും തന്നെ തമ്മിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇനി മാറിപ്പോകരുത്. ഇപ്പൊ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോ നിങ്ങളുടെ മനസ്സിൽ വന്ന ഒരു സെന്റൻസ് നിങ്ങൾ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ കൊടുക്കുക. ഹൗ മച്ചും ഹൗ മെനിയും ചേർത്തിട്ടുള്ള സെന്റൻസ് ഇപ്പോൾ തന്നെ നിങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്നതെന്നും ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ ഇന്നലെ ഞാൻ പാസീവ് വോയിസിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ചെയ്തത്. അപ്പം അത് എല്ലാവരിലോട്ടും ഒന്ന് എത്തട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അതിന്റെ പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും ചെയ്യാത്തത്. കാര്യം എല്ലാവരും ഒന്ന് ഏകദേശം കണ്ടു കഴിയാതെ നമ്മൾ ഇനി പാസ്റ്റും ഫ്യൂച്ചറും തന്നാൽ നിങ്ങൾക്ക് ആദ്യമായി കാണുമ്പോൾ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഞാൻ അതിന്റെ ലിങ്കും കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ പാസീവ് വോയിസിന്റെ കാണുക, മനസ്സിലാക്കി വെക്കുക. അടുത്ത ദിവസം തന്നെ അടുത്ത പാർട്ട് 2 ആയിട്ട് തന്നെ അതിന്റെ പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ പാസീവ് വോയിസ് നന്നായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഈ പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതും എന്താണെങ്കിലും വരുമെന്ന് നമുക്ക് ഉറപ്പുള്ളതുമായ ഒരു ക്വസ്റ്റ്യൻ ആണ് പാസീവ് വോയിസ്. നിങ്ങൾ കേട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ എന്താണ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ എൻ്റെ കൂടെ ആദ്യം മുതലേ ഉള്ളവർക്കൊക്കെ നന്നായിട്ട് തന്നെ ഇപ്പോൾ ഗ്രാമർ അറിയാം, നന്നായിട്ട് തന്നെ അറിയാം, അവർക്ക് എന്താണെങ്കിലും അറിയാം. അപ്പോൾ അങ്ങനെ ഉള്ളവര് നമുക്ക് നിങ്ങൾ സംസാരിച്ച് പഠിക്കുക. ഇനി നിങ്ങൾക്ക് ആവശ്യം ഇനി സംസാരിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറും കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് സംസാരിച്ച് പഠിക്കാനുള്ള ട്രെയിനേഴ്സ് അവരുടെ ഒപ്പം, അല്ലെങ്കിൽ ഇനിയിപ്പം എൻ്റെ തന്നെയാണെങ്കിൽ എൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് സംസാരിച്ച് പഠിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഈ വാട്സപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
അപ്പോൾ അടുത്ത ദിവസം കാണുന്നത് വരെ എല്ലാവരോടും നന്ദി പറയുന്നു.